അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്ത തൊപ്പിയുടെ വാർത്തയാണ്. തൊപ്പിയുടെ ചാനൽ പൂട്ടിയത്ര. വാർത്ത എങ്ങനെയാണ്? വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. തൊപ്പിയുടെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് പോലീസ് സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഗൌരവ സ്വഭാവമുള്ള കുറ്റമെന്ന് പറയാണ് പോലീസ്. തൊപ്പി എന്ന നിഹാദ് കണ്ണൂർക്കാരനാണ്. ഇയാളുടെ ചാനലിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് തെറ്റിയിട്ട് അവർക്കെതിരെ അശ്ലീല പരാമർശങ്ങളും അശ്ലീല വീഡിയോകളൊക്കെ കാണിച്ചതാണ് കേസ്. കുറച്ച് ദിവസമായിട്ട് ഇയാൾ യൂട്യൂബിലോ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ല. പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഇയാൾ അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷയൊക്കെ കൊടുത്തിരുന്നു പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനെതിരെയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഏതായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇപ്പോൾ ഇവൻ്റെ ഈ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. തൊപ്പി എന്ന് പറയുന്ന ഒരാളെ പരാജയം എവിടെ കിടക്കണമെന്ന് അറിയാം. ആ ഉമ്മാൻ്റെ ശാപമാണ്. ആ ഉമ്മാൻ്റെ ശാപം. കാരണം അത്രയും സ്നേഹസമ്പന്നയായ ഒരു ഉമ്മ ആ മകനെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചപ്പോഴൊക്കെ ആ ഉമ്മാനെയും അവൻ പഠിച്ച ദർസും ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുള്ളൊരു ജീവിതമായിരുന്നു തൊപ്പിക്കുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ തൊപ്പി വളർന്നത് നിങ്ങൾക്കറിയോ? തൊപ്പി ഒരു ഗെയിം സ്ട്രീമർ ആയിരുന്നു. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ നമ്മൾ ആരും അറിയാത്ത ഒരു ഗെയിം സ്ട്രീമർ. ഇവൻക്ക് ഒരുപാട് കൗമാരക്കാരായ ആരാധകരുണ്ടാക്കി. അപ്പോഴും ഇവൻ്റെ വളർച്ച രക്ഷിതാക്കൾക്കറിയില്ല. പല കുട്ടികളും ഇവനുപയോഗിക്കുന്ന ഭാഷകൾ, ഇവനുപയോഗിക്കുന്ന സ്ത്രീവിരുദ്ധത, വളരെ മോശം രീതിയിലേക്കുള്ള കുട്ടികളെ തെറ്റായ രീതിയിലേക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവൻ്റെ ഗെയിം സ്ട്രീം ഉണ്ടായിരുന്നത്. ഇവൻ്റെ പതനം തുടങ്ങുന്നതിന് ഒന്നാമത്തെ ഒരു കാഴ്ച ഇവൻ്റെ ഒരു മുടിയും കോലും അതൊക്കെ ആ രീതിയിലായിരുന്നു. ആരെയും വകവെക്കാതെ ആ ഉമ്മാൻ്റെ കണ്ണുനീരത്ര ഉണ്ടാവും. പിന്നീട് ഒരു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഒരു പൊതു പരിപാടിക്ക് വന്നു. ഇവനെ കാണാൻ വേണ്ടി സ്കൂളുകളൊക്കെ മുടക്കിയിട്ട് വിദ്യാർത്ഥികളടക്കമുള്ള കൗമാരക്കാർ തടിച്ചുകൂടി ഗംഭീര ബ്ലോക്കായി. ഇവൻ അവിടുന്ന് അശ്ലീലം പറഞ്ഞുകൊണ്ടാണ് ഇവൻ്റെ സംസാരം തന്നെ. അങ്ങനെ പറഞ്ഞത് വിവാദമായപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ പ്രായമായ ആളുകളോടുകൂടി ഇവനക്കെതിരെ ഭയങ്കര പ്രതിഷേധമായി. അതൊരു കേസായി മാറിയ ശേഷമാണ് ഇതൊരു വലിയ വിവാദത്തിലേക്ക് പല രക്ഷിതാക്കളും മാറിയത്. ഞങ്ങളുടെ മക്കളൊക്കെ ഇതിന് അഡിക്ഷനാണ്, തൊപ്പിക്ക് അഡിക്ഷനാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തൊപ്പിയുടെ വളർച്ച കൂടി. പിന്നീട് ഉദ്ഘാടനങ്ങളായി. ഇവനെ വെച്ച് ചിലർ കാശുണ്ടാക്കുന്നു. അപ്പോഴൊക്കെ തൊപ്പി ഒറ്റക്കാട്ടോ. തൊപ്പിയുടെ കൂടെ കൂട്ടാളികളൊന്നും ഉണ്ടായിരുന്നില്ല. തൊപ്പിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായി. അത് പിന്നീട് ബ്രേക്കപ്പായി. അങ്ങനെ തൊപ്പിയുടെ വളർച്ച പടിപടിയായി. പിന്നീട് തൊപ്പി സ്വഭാവം അങ്ങോട്ട് മാറ്റി. ആ മുടിയൊക്കെ ഉണ്ട് വെട്ടി നന്നായി. തൊപ്പിക്ക് ലഹരിയുമായിട്ട് ബന്ധമുള്ള ആരോപണങ്ങളുണ്ടായി. പിന്നെ തൊപ്പി ഡീസൻ്റായി എന്ന് പറഞ്ഞ് പലരും തൊപ്പിനെ പിന്നീട് പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. പല സ്ഥാപനങ്ങളിലേക്കും തൊപ്പി വരാൻ തുടങ്ങി. ഉദ്ഘാടനങ്ങൾക്ക് തൊപ്പി വരാൻ തുടങ്ങി. അങ്ങനെ തൊപ്പിയുടെ കൂടെ അങ്ങനെ കുറേ ടീമായിട്ട് പല അധ്യാപകരും തങ്ങളുടെ ജോലി ഒഴിവാക്കിയിട്ട് തൊപ്പിയുടെ ടീമിലേക്ക് വരുന്നത് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ തൊപ്പിക്ക് ഒരു മാസം ലക്ഷങ്ങൾ വരുമാനം. ഇതൊക്കെ ഈ തൊപ്പി എന്ന് പറയുന്ന ഒരു ചാനൽ വഴി, സ്ട്രീമിംഗ് വഴി ഇവർക്ക് ലക്ഷങ്ങൾ വരുമാനം കിട്ടാൻ തുടങ്ങി. ഒരു പക്ഷേ കേരളത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഹൈപ്പാണ് ആർക്കുണ്ടായിരുന്നത്, ഇവൻക്കുണ്ട്. ഇതൊക്കെ ഈ ബിൽഡപ്പൊക്കെ കൊണ്ടൊരു ഉദ്ദേശം എന്തേ ഉള്ളൂ? ഇതിന്മേ പിടിച്ചു നിൽക്കുക. അപ്പോഴും ഇവൻ ആ ഉമ്മാൻ്റെ അടുത്ത് ഇവൻ പലപ്പോഴും പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ ഒരു മകനെ സ്വീകരിക്കാൻ ഉമ്മ തയ്യാറാവോ? ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നല്ലൊരു ഒരു കുടുംബത്തിൽ പിറന്നൊരു മകനാണ്. ഏത് ഉമ്മയാവട്ടെ, ഒരു ഉമ്മാൻ്റെ കണ്ണുനീര് ആ മകൻ കാരണം വീണിട്ടുണ്ടോ ഈ ദുനിയാവിൽ അത് അനുഭവിക്കുന്നുള്ളൊരു പാഠമാണ് തൊപ്പിയുടെ ഈ പതനം. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും പറഞ്ഞു, കണ്ടില്ല തൊപ്പിയൊക്കെ ഡീസൻ്റാണ്, തൊപ്പിപ്പോൾ എന്തൊരു നല്ല മുടിയൊക്കെ വെട്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ഇവന് അസുഖം ബാധിച്ച ആളുകൾക്ക് വേണ്ടി ചികിത്സാ സഹായങ്ങൾ, ഇതൊക്കെ അവൻ്റെ തട്ടിപ്പായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞിട്ടാ. ഇതൊക്കെ അവൻ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തൊപ്പിയുടെ ബാഗിൽ എങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പഴയ കാമുകി പോയി ഇങ്ങനെ വേറെ ബന്ധങ്ങളായി. പിന്നെ ഏതോ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വന്നിരുന്നതാണ്. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ഒരു രീതിയുണ്ട്. ഒരാളെങ്ങനെ കൊണ്ടുപോകും, ഉയരണമെങ്കിൽ ഉയരട്ടെ എന്ന് കാര്യം. ഒരു എത്രത്തോളം പോകും നോക്കും. മുകളിൽ നിന്നൊരു വീഴ്ചയാണ്. ഉയരം കൂടുന്തോറും വീഴ്ചക്ക് ആഘാതം കൂടുന്നു പണ്ട് മോഹൻലാൽ പറഞ്ഞ കറക്റ്റാ. ഈ ഉയരം കൂടുന്നിടത്താണ് ഇവൻ വീണത്. ഇവൻ ഒരുപാട് മുകളിലേക്ക് പോയി. ഇവന് പിന്നെ ഹനാൻ ഷാൻ്റെ കൂട്ടം, ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങളായി. ഇവൻ സെലിബ്രിറ്റിയായി. സിനിമക്കാരേക്കാൾ ഇവനെ കാണാൻ വേണ്ടി 10,000-കണക്കിന് കൗമാരക്കാരാണ് ഇവൻ്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ്റെ കൂട്ടാളികൾ തമ്മി തെറ്റി പിരിഞ്ഞിട്ട് മമ്മു അടക്കമുള്ള ആളുകൾ ഇവൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്ന് പൊളിക്കാൻ തുടങ്ങി. ഇതൊക്കെ മുഴുവനും ഇവൻ്റെ ഡ്രാമയാണ്. ഇവൻ ലഹരിക്ക് അഡിക്റ്റാണ്. ഇവൻ പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഇത് കൈവിട്ടുപോയി. തിരിച്ച് ഇവന് പ്രതികരിക്കാൻ തുടങ്ങി. ആദ്യം ഇവരുടെ
നമുക്കിതിൽ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അമ്മാതിരി കാഴ്ചകളൊക്കെയാണ് ഈ മമ്മുവും ടീമും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇവൻ കാണിച്ചത്. പിന്നെ ഇവൻ ഹനാൻ ഷാൻ്റെ കൂടെ പാടുന്ന ഒരാളുടെ ഭാര്യയെക്കുറിച്ച് വളരെ വൃത്തികെട്ട രീതിയിൽ പ്രതികരിച്ചു. അതോടുകൂടി ഹനാൻ ഷാ ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു. പതനം അവിടെ തുടങ്ങുന്നു. അതോടുകൂടിയിട്ട് എന്ത് ശ്രീജിത്ത് പെരുമുന എന്ന് പേരുള്ള ഒരു അഭിഭാഷകൻ, അയാളാണ് ഇവൻ്റെ പതനത്തിൻ്റെ ശവക്കുഴിയിൽ ആദ്യത്തെ ആണി അടിക്കുന്നത്. അതോടുകൂടി ഇതൊരു പരാതി രേഖാമൂലമായി പിന്നെ ചിലരൊക്കെ പേര് പറയാത്ത പലരും വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ, എറണാകുളം കടവന്ത്രയിൽ പല പല സ്റ്റേഷനുകളിൽ പരാതികളായി. അങ്ങനെ പോലീസ് ചെന്നിത്തല ഇതൊരു അന്വേഷണം പുറപ്പെടുവിച്ചു. അന്വേഷണം പുറപ്പെടുവിച്ച ശേഷം പിന്നെ ഇയാൾ തുപ്പി നല്ല കുട്ടിയായിട്ടോ അതിലൊന്നിലും പെടാതെ ഇങ്ങനെ കാത്തിരുന്നു. ഇപ്പം ഇതാ ഇവനിതിനൊക്കെ കാരണമായ ആ ചാനൽ എന്ത് ചെയ്തു? യൂട്യൂബ് റിമൂവ് ചെയ്തു. പോലീസല്ല റിമൂവ് ചെയ്യുന്നത്, പോലീസ് തന്നെ യൂട്യൂബിന് റിപ്പോർട്ട് കൊടുത്ത് അമേരിക്കയിലുള്ള യൂട്യൂബിൻ്റെ ആസ്ഥാനത്ത് നോക്കി ഇവൻ്റെ അശ്ലീലം നിറഞ്ഞ പരാമർശങ്ങളും ഇതൊക്കെ ഒരു സാമൂഹിക വിപത്താണ് എന്ന് യൂട്യൂബിന് മനസ്സിലായി. അങ്ങനെ യൂട്യൂബാണ് എന്ത് ചെയ്ത് ടെർമിനേറ്റ് ചെയ്തു, ഇതിനെ ഒഴിവാക്കി. യൂട്യൂബിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ വല്ല നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ഇതിൽ അതിനൊരു സ്ട്രൈക്ക് വരാം, കോപ്പിറൈറ്റ് വരാം, അങ്ങനെ പല വാണിങ്ങുകളൊക്കെ വരും. വലിയ സബൽമുബിക്കാത്താണ്, ഓരോ കണക്കിൽ സബൽമുബിക്കാത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തത് പിന്നെ അവർ ആ സാധനം കൊണ്ട് ഇല്ലാതാക്കും. ആ ഇല്ലാതാക്കലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ നല്ലതിന് ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം മോശമായ സാധനമൊന്നുമല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക. നമ്മളാണ് പ്രശ്നം. പണം എന്നുള്ളത് നല്ലതാ ചീത്തതാന്ന് ചോദിച്ചാൽ എന്താ? പണം ആരുടെ കയ്യിലാണോ നല്ലവനാണെങ്കിൽ പണം നല്ലതിന്, മോശമാണെങ്കിൽ പണം മോശത്തിന്. ഇത്രയേ ഉള്ളൂ. ഇതന്നെ സോഷ്യൽ മീഡിയക്കുള്ളത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം കൈകാര്യം ചെയ്യുന്നവൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. എന്തായാലും ആ ഉമ്മാൻ്റെ കണ്ണുനീര് കുടിപ്പിച്ച, ആ ഉമ്മാനെ വേദനിപ്പിച്ച, മാതാപിതാക്കളെ ഉറപ്പിച്ചിട്ട് നിങ്ങൾ ഈ ഭൂലോകത്ത് എന്തൊക്കെ സെലിബ്രിറ്റികളാണെങ്കിലും എന്തൊക്കെ വിജയങ്ങളാണെങ്കിലും ആ വിജയങ്ങളൊക്കെ നൈമിഷികമാണ് എന്ന് തോന്നിപ്പിക്കുന്ന, എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് തൊപ്പിയുടെ ഈ വൻ വീഴ്ച. അങ്ങനെ യൂട്യൂബിൻ്റെ തൊപ്പി പോയി, അല്ലെങ്കിൽ തൊപ്പിയുടെ യൂട്യൂബ് പോയി. എന്തായാലും ഇതുപോലെയുള്ള കുറേ വാണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കയറി നോക്കിയാൽ അശ്ലീലത അവിടെ ഉണ്ട്, പക്ഷേ അതൊന്നും ആരും പരാതിയായിട്ട് വരാത്തത് കൊണ്ടാവും. പിന്നെ ഇവിടെ ശരിക്കും ഈ തൊപ്പിനെല്ലാം നിരോധിക്കുക. ഞാൻ പേഴ്സണൽ ഒരു കാര്യം പറയാം, തൊപ്പിയുടെ ചാനലല്ല കളി. ഇവിടെ ഈ വർഗീയത വരുത്തുന്ന കുറേ ചാനലുകളുണ്ട്. എന്തിനും വർഗീയത, എല്ലാത്തിനും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ഉസ്ബെക്കിസ്ഥാനിലെ ഒരു വിദ്യാർത്ഥിനി, ഹരിപ്പാടുള്ള ഒരു പെൺകുട്ടി മരിച്ചു. ആ പെൺകുട്ടി മരണത്തിന് കാരണം എന്താണ്? ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു. മരണത്തിനല്ല, കൊല്ലപ്പെട്ടു. കൊന്നത് ആരാണ്? ഈ മലപ്പുറത്തുള്ള ഒരു ചെറുക്കനാണ്. പക്ഷെ ഇതൊരു വർഗീയമായിട്ട് പ്രചരിപ്പിക്കാൻ. ഇവർ തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു. ഇവർ രണ്ടുപേരും താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ്. അതൊക്കെ എങ്ങനെയാണ് നടക്കുക? അപ്പൊ അത്ര പ്രണയമുള്ള ആളുകൾ ഇവർ തമ്മിൽ വഴക്കായിട്ടാണ്. അതിനാണ് ഈ പെൺകുട്ടി മരിച്ചത്. പക്ഷെ ഇത് പിന്നീട് ഇവർക്ക് മാറ്റിയത് ഇത് മതപരിവർത്തനം, ലവ് ജിഹാദ്. അപ്പൊ ഇങ്ങനെ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന ചാനലുകൾ, ഇവർക്കാണ് നിരോധനം വേണ്ടത്. ഇവരൊന്നും ചെയ്യില്ല. ചെയ്യുന്നത് ഇതുപോലത്തെ ചെറു ചെറു മീനുകളാണ്. എന്തായാലും ഇതൊരു വലിയ പാഠമാണ്. നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ നമുക്ക് ഉപകാരം ഉണ്ടാവണം, സൊസൈറ്റിക്ക് ഉപകാരം ഉണ്ടാവണം, ഒരാൾക്ക് ദ്രോഹം ഉണ്ടാകുന്ന രീതിയിൽ ആവരുത് എന്നുള്ളൊരു പാഠം. പിന്നെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ എത്ര വലിയ സെലിബ്രിറ്റി ആയിക്കോട്ടെ, അത് പടച്ചോൻ എന്ത് ചെയ്യും? ഒരു പിടി അങ്ങോട്ട് പിടിക്കും. അതൊരുപാട് ഉയരങ്ങളിൽ നമ്മൾ എത്തുമ്പോഴായിരിക്കും ആ പിടി. അതാണ് തൊപ്പിക്ക് സംഭവിച്ചത്. എന്തായാലും ഇതൊരു വലിയ പാഠമാണ്. നിങ്ങളുടെ മക്കളൊക്കെ ഈ തൊപ്പിയുടെ ആരാധകരാണെങ്കിൽ, ഇപ്പോൾ കുറച്ചായിട്ട് തൊപ്പിയുടെ വീഡിയോ കാണാനില്ലല്ലോ, അങ്ങനെ പതുക്കെ മക്കളിൽ നിന്ന് രക്ഷപ്പെട്ടോളും. ഇതൊക്കെ ബാൻ ചെയ്ത് ഇല്ലാതാക്കൽ തന്നെയാണ് വേണ്ടത്. ഏതായാലും തൊപ്പിയുടെ ഈ ഒരു യൂട്യൂബ് റിമൂവ് ചെയ്തതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം, നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂട്ടത്തിൽ ഇത്തരം വർഗീയത പറയുന്ന ആളുകൾ ചാനലിൽ കൊണ്ട് ഇല്ലാതാക്കണം. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ഫോട്ടോയിലൊരു വനിതയെ കാണിക്കാം, ഒരു സ്ത്രീരത്നം, ഒരുപാട് 3-4 ഭാഷകളിൽ ഗാനം ആലപിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ, ഒരുപാട് വലിയ ഉന്നതിയിലുള്ള ഒരു ഗായികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവർ അന്തരിച്ചത്. ആരാണ് ഈ ഗായിക? ഈ ഫോട്ടോയിൽ കാണുന്ന ഗായിക ആരാണ്? മൈസൂരിലായിരുന്നു ഇവരുടെ വീട്. ഇവരുടെ പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള അതിസുന്ദരമായ ഒരു വെറൈറ്റി ശബ്ദത്തിൻ്റെ ഉടമയാണ് ആര്? ഈ ഒരു ഫോട്ടോയിലുള്ളത്. ഇവരുടെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.